അപ്പൊ മഴയാണ് കേട്ടോ. പറഞ്ഞതുപോലെ സൗണ്ട് മാത്രമല്ല, എനിക്ക് തെറ്റാറില്ല. അങ്ങനെ കണ്ടോ? ഇന്നലെ ഞങ്ങളുടെ ഷൂട്ടെല്ലാം ഇവിടെയായിരുന്നു. ശരി, നീ ഒരു ബോട്ടിൽ പണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. വേറെ പരിപാടി പറഞ്ഞു ഇറങ്ങി. നിർത്താൻ പറ്റാതെ നിൽക്കാറില്ലേ? പോട്ടെ. ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമായിട്ട് കുഴപ്പമൊന്നുമില്ല. സ്റ്റീറിംഗ് കൊടുത്താൽ മതി, തന്നെ ഹാപ്പിയാണ്. നല്ല രസമുള്ള പരിപാടി കേട്ടാ. സ്പീഡിലൊന്നും പോണ അത് പോയത്. അടുത്ത ധന്യമേരി വർഗീസിന്റെ ക്രിക്കറ്റ്. ഹായ് ഗൈസ്, അപ്പോൾ ഇന്നലെ എൻ്റെ ഓണം ഷൂട്ടുണ്ടായിരുന്നു സൂര്യ ടി വിയുടെ. അത് കഴിഞ്ഞപ്പോൾ തന്നെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇന്ന് രാവിലെ ഞങ്ങളിവിടെ താമസിച്ചത് ഞങ്ങളുടെ റൂം ഇവിടെ ചിത്രപ്പള്ളിയിലായിരുന്നു. ധന്യ എൻ്റെ കൂടെ വന്നത്. ധന്യ എവിടെ വന്നെന്ന് ചോദിച്ചാൽ എറണാകുളത്താണ് കേട്ടോ. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് വന്ന കാര്യം പറഞ്ഞത്. ഇവിടെ അപ്പോൾ ഇത് ഞങ്ങൾ താമസിക്കുന്ന ചിത്രപ്പള്ളി സ്ക്വയറാണ്. ഇതൊരു വെൽനസ് സെൻ്ററാണ്. അപ്പോൾ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് ഇന്നലെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒന്നും എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്ക് മഴയാണെന്ന് തോന്നുന്നു. അല്ല, അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ്. കാരണം മഴയാണോ? മഴയൊന്നുമില്ല. അപ്പോൾ നമുക്കതൊന്ന് കാണിച്ചു തരാം. ഇതാണ് സ്പേസ്. അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് മുന്നേ അവിടെയൊക്കെ ഞങ്ങൾ ഒന്ന് പോകാൻ ഒരു പരിപാടി പോയി. ആക്ച്വലി ജിം വേറൊന്നും അടുത്തൊന്നുമില്ല. കൈക്കെട്ടി എടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് കൂടെ ഈ ഒരു സ്പേസ് കാണിച്ചു. അപ്പൊ മഴയാണ് കേട്ടോ. പറഞ്ഞതുപോലെ സൗണ്ട് മാത്രമല്ല, എനിക്ക് തെറ്റാറില്ല. അങ്ങനെ കണ്ടോ? ചെറിയൊരു മഴ ചാറലുണ്ട്. ശരിയാ, നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നടക്കണില്ല. ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാണ് കേട്ടോ ഈ ഒരു വെൽനസ് സെൻറ്റർ. ഞങ്ങളുടെ ഷൂട്ടെല്ലാം ഇന്നലെ ഇവിടെയായിരുന്നു. നല്ല രസമായിരുന്നു. ആ ഒരു ഇൻഡോർ ജിമ്മ് പോലൊരു സംഗതിയുണ്ട്. അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ വരാൻ പറ്റും. ഡേ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. കണ്ടത് ഒത്തിരി ഫാമിലീസ് വരുന്നുണ്ടായിരുന്നു. നല്ല നല്ല സ്ഥലമാണ് എറണാകുളത്ത്. ഇങ്ങനെയുള്ള നല്ല നല്ല കുറച്ച് സ്ഥലങ്ങൾ പിള്ളേർക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ ഇൻഡോർ ഏരിയ. ഇന്നലെ ഞങ്ങളുടെ ഷൂട്ടെല്ലാം ഇവിടെയായിരുന്നു. അപ്പോൾ ഇതിൽ ഈ സൈക്കിൾ ഞങ്ങൾ ഒരുമിച്ച് ചവിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെയും കൊണ്ട് വന്നത്. ഇത് രണ്ടുപേർക്ക് ഒരുമിച്ചിരുന്ന് ചവിട്ടാൻ പറ്റുന്ന ഒരു സൈക്കിളുണ്ട്. ബാക്കി സ്കൂൾ ടേബിൾ ഉണ്ടായിരുന്നു. കുട്ടികൾക്കുള്ള ട്രാംപോളിനുണ്ട്. കുറേ ഗെയിംസ്, കിഡ്സിനുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. കുറേ പരിപാടികളുണ്ട്. ഇത് നല്ല രസമുള്ള ഒരു പരിപാടിയായിരുന്നു. ഇന്നലെ ഞാനും ജിഷനും കൂടെ ഇത് കളിച്ചതാണ്. ഇതിലൂടെ ഈ ഒരു സ്റ്റിക്കുണ്ട്, റോഡുണ്ട്, കണ്ട അങ്ങേറ്റം. അത് ഇതിൽ കൂടെ ടച്ച് ചെയ്യാതെ നിൻ്റെ കോൺസെൻട്രേഷൻ പോലെ ഇരിക്കും. അത് ഇല്ലയെന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. നിനക്ക് അതിൻ്റെ പേരിൽ ടെൻഷൻ വേണ്ട. അത് തട്ടാതെ ഇങ്ങേറ്റം വരെ എത്തിക്കണം. ഞാൻ ആക്ച്വലി അതിൻ്റെ ഒരു 4/1 മാത്രമേ എത്തിയുള്ളൂ. ജിഷൻ ഓൾമോസ്റ്റ് ഹാഫ് വരെ എത്തി. ഇതിൻ്റെ ഈ ലൈൻ വരെ എത്തി. ഇതുവരെ ഇങ്ങ് താഴെ എത്തിയപ്പോഴാണ് ടച്ച് ആയത്. വിചാരിക്കുന്ന പോലെ നടക്കും. ഇത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റും ഈ ഫുൾ സ്ക്രീൻ കത്തി ബസറും അടിക്കും. പക്ഷെ അത് പ്ലഗ് ചെയ്യണം. അത് അവിടെ പ്ലഗ് ചെയ്യുന്ന അവർക്ക് പറഞ്ഞാലേ ചെയ്യുള്ളൂ. നോക്കാം. ഇതൊരു നല്ല മാനുവൽ ജിമ്മാണ്. ഡിപ്സൊക്കെ എടുക്കാനായിട്ടുള്ള പാരലൽ ബാറുണ്ട്. ബാക്കി ഷോൾഡറിനുള്ള സംഗതിയുണ്ട്. വെയിറ്റ് എടുക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഇതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശരി, നീ ഒരു ബോട്ടിൽ പണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. കൈയുടെ ഫിറ്റ്നസിന് ഒത്തിരി നല്ലതാണ്. ഷോൾഡർ എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നത്.
അല്ലേ? നീ തന്നെ ആട്ടണം. അത് ബോഡി സ്ട്രെയിറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ അല്ലേ? നല്ല പോണം. മറ്റൊരു ആവശ്യമൊക്കെ അല്ല, ഇത് ഭയങ്കര എല്ലാവർക്കും യൂസ്ഫുള്ളാണ്, അമ്മമാർക്ക്, പ്രത്യേകിച്ച് ലേഡീസ്. കാരണം വലിയ എഫേർട്ടൊന്നുമില്ല, രസമാണ് ഇങ്ങനെ. വേറെ പരിപാടി പറഞ്ഞു, ഇറങ്ങി നിർത്താൻ പറ്റാതെ നിൽക്കാറില്ലേ. നെക്സ്റ്റ് തന്നെ ഇതിൽ ഇങ്ങനെ കയറി ഇത് മുകളിൽ തൂങ്ങിയിട്ട് ചിന്നപ്പം ഒരു 10 എടുത്തേനെ. ആ, ഒരു 9 എടുത്താലും മതി. കമാൻ. ആ, തൂങ്ങിക്കിടന്നേ. ആദ്യം ഹാങ് ചെയ്യും, ഫ്രീ ആയിട്ട് ഹാങ് ചെയ്യും. ഒരു 1 മിനിറ്റ് ഹാങ് ചെയ്യും, ആടാതെ. ഇനി ചെറുതായിട്ട് ലിഫ്റ്റ് ചെയ്ത് നോക്ക്. വീഡിയോയുടെ പേരിൽ തന്നെ കൊണ്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ മൂവാണ് ഇത്. കയറിക്കണം. ഇത് ലോവർ ആക്സിനൊക്കെ നല്ല ലെഗ് റൈസ് ചെയ്യും. ഇതോ എൽ സിറ്റ് പോലെ വരണം. ആ എൽബോ അവിടെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ തന്നെ എൽബോ മുകളിൽ പോയി. തെന്നില്ല, അത് ഹോൾഡ് ചെയ്യും. ബാക്ക് സപ്പോർട്ട് ചെയ്യും. അത് പറ്റൂലേ? അങ്ങനെ പിടിച്ചോ. നടക്കൂലേ? കമോൺ. അതാണ് അടുത്തത് ഇച്ചായനാണ്. എനിക്ക് പറ്റിയില്ല, ആളെനിക്ക് കാണിച്ചു തരാൻ പോവാണ്. കൊള്ളാം. ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം, പക്ഷെ പറ്റൂല. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ധന്യയുടെ ലാസ്റ്റ് അറ്റംപ്റ്റ് ഒരു 3 എണ്ണം ചെയ്താൽ മതി. ടോ വലിച്ച് പോട്ട് 2 ഷോൾഡർ. അതെ, ഇവിടെ ഇത്തിരി പാടാണ്. ശരിക്കും അവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് വേണം, എൽബോ റെസ്റ്റ് ഒരെണ്ണം ഉണ്ടെങ്കിൽ നല്ലതാണ്. മഴ ഓടുന്നു, നമുക്ക് സൈക്കിൾ ഓട്ടിയാലോ? കമാ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ആദ്യം ഫാമിലി സൈക്കിൾ ഓട്ടാനായിട്ടുള്ള പരിപാടിയാണ്. ഇത് ആക്ച്വലി വൈകിട്ട് മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഒരു റൗണ്ട് ചവിട്ടാനായിട്ട് സ്പെഷ്യലായിട്ട് ഈ ചേട്ടൻ സാങ്ഷൻ വാങ്ങിച്ചു തന്നാണ്. ഇത് ധന്യയെ കൊണ്ട് ചവിട്ടിക്കുന്നു, ഞാൻ വീഡിയോ എടുക്കുന്നു. ഇതാണ് പരിപാടി. ഇതൊരു നൈസ് സാധനമായിരിക്കും അല്ലേ? കയറിക്കോ ധന്യ. ധന്യ ലെഫ്റ്റ് സൈഡ് ആയിരുന്നോ സ്റ്റിയറിംഗ്? ശ്രീകുട്ടന്റെ വീടിന് അടുത്ത് തന്നെ വീട്, മറ്റേ തിരുവാങ്കുളം. ഇന്നലെ കണ്ടായിരുന്നു ആളെ. അപ്പൊ മോനായല്ലോ. വീട്ടിലുണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ ഇതിൽ കയറി ഗൈസ്. ഇത് രസമുള്ള പരിപാടിയാ. ഇതിങ്ങനെ ചവിട്ടുക. പക്ഷെ ആക്ച്വലി ഇതൊരു വർക്കൗട്ടും കൂടിയാണ് കേട്ടോ. വർക്കൗട്ടാണ്. സ്റ്റിയറിംഗ് നോക്കിക്കോ. സാധാരണ നമ്മുടെ റൈറ്റ് സൈഡല്ലേ സ്റ്റിയറിംഗ്. ഇത് ജോഹാനെ കൊണ്ടൊന്ന് ചെയ്യിക്കണം ശരിക്കും. രസമുള്ള പരിപാടിയാ. അല്ല, കാലിന് നല്ല. ഞാൻ പതുക്കെ ചവിട്ടുന്നത് ഇതെനിക്കൊരു എക്സസൈസായി. എനിക്ക് പിന്നെ ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമായിട്ട് കുഴപ്പമൊന്നുമില്ല. സ്റ്റിയറിംഗ് കൊടുത്താൽ മതി, തന്നെ ഹാപ്പിയാണ്. വേറെ വഴക്കൊന്നുമില്ല. വണ്ടി ഓടിക്കാൻ കൊടുത്താൽ മാത്രം സൂപ്പറാ. അത് കൊള്ളാം അല്ലേ? ഇങ്ങനെ ഹെലികോപ്റ്റർ ബ്രേക്കിംഗ്. ചവിട്ടിക്കോ. നിർത്താറായില്ലെന്ന് പറഞ്ഞ് ചേട്ടനുണ്ട്. ഇങ്ങനെ ചേട്ടന് വണ്ടി സൈഡാക്കി. ഇനി അടുത്ത് നമ്മളെ കപ്പിൾ സൈക്കിളാണ്. ഞാൻ ബാക്കിയിരിക്കും, നീ ഫ്രണ്ട് ചവിട്ടുന്നു. ഞാൻ വീണ്ടും പഴയതുപോലെ ഹെലിക്യാം ഷോട്ട് എടുക്കുന്നു. വീഴാണെങ്കിലും ഫ്രണ്ടിൽ ഇരിക്കുന്ന ആള് ആദ്യം വീഴും.
യെസ്. ഇതിപ്പോൾ നിങ്ങൾ വേണോ? എന്നാ പിന്നെ നീ തനിയെ ഓടിച്ചോ. വേണ്ട, കയറി. തനിയെ ഓടിക്കാൻ പറ്റൂലേ ഇത്? വാ, തനിയെ ഓടിച്ച് പുറത്തോട്ട് വയ്ക്കുക. സൈക്കിൾ ബാലൻസ് ഉണ്ടോ എന്ന് നോക്കട്ടെ ആദ്യം. അതിനുണ്ടോ? ആ, നീ അങ്ങോട്ട് നിർത്ത്, ഞാൻ വരാം. ഞാൻ സ്കൂളിലൊക്കെ സൈക്കിളിലാണ് വീണോണ്ടിരുന്നത്. സൈക്കിളിലാണ് വീണോണ്ടിരുന്നത് അല്ലേ? സൈക്കിളിൽ വീഴുമൊക്കെ ചെയ്യും, പക്ഷെ സൈക്കിളാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാനും കയറി ഗൈസ്. അപ്പോൾ തന്നെ മേരി വർഗീസ് സൈക്കിൾ ഔട്ട് കാണും. അതെ, ഒഴിച്ചാല് വീഴിക്കാൻ എനിക്ക് പറ്റും. നല്ല രസമുള്ള പരിപാടി കേട്ടാ. സ്പീഡിൽ പോവാം. സ്പീഡിലൊന്നും പോടാ, അത് പോയത് പേടിയുണ്ട് വേണ്ട. കാരണം ഇതിന്റെ സ്റ്റിയറിംഗ് ഇപ്പൊ എന്റെ കയ്യിലാണ്. കൂടെ പോകടാ. ഇങ്ങനെ ഒരു റൗണ്ട് പൂർത്തിയാക്കി. അടുത്ത് ധന്യമേരി വർഗീസിന്റെ ക്രിക്കറ്റ്. ഇവിടെ നെറ്റൊക്കെ കളിക്കാൻ പറ്റും കേട്ടാ. ട്രൈ നോക്ക്. ആ, ടച്ച് ചെയ്യുന്നുണ്ട്. ആ, സിക്സ് അടിച്ചേ അടങ്ങുള്ള. ആ, അടുത്ത് അങ്ങനെ ക്യാച്ച് ഇട്ട് കൊടുക്കാതെ അടിക്ക്. ആ, ടൈമിംഗ് തെറ്റിപ്പോയി. ആ, തെളിഞ്ഞ കേട്ടാ. ഇങ്ങനെ ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞ് തളർന്ന് ഇങ്ങനെ നടക്കാവുന്ന കിഡ്സിനുള്ള പ്ലേ ഏരിയ. ഓ, പെനാൽറ്റി ഷൂട്ട് ചെയ്യാനായിട്ട്. ഓ, അത് ശരി. ഫുട്ബോൾ ഉണ്ടല്ലേ? ഓക്കെ, നൈസ് ഏരിയ. ഇവിടെ സിപ്പ് ലൈനും ഉണ്ട് കേട്ടോ. റോപ്പ് ക്ലൈമ്പിങ്ങും ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവിടെ നല്ല ഫിഷുണ്ട്, അലങ്കാര മത്സ്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഫിഷ് ഫീഡ് ചെയ്യിക്കുന്ന ഒരു പരിപാടിയും കൂടെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. വലിയ കാർപ്പാണ്. കാർപ്പ് മാത്രമേ ഉള്ളൂ, അത് വേറെ ഉണ്ടോ? കാർപ്പ് മാത്രമല്ല, ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഓറഞ്ച്, വൈറ്റ് കാർപ്പാണ്. വാ, ഇത് ഞങ്ങൾ വേറൊരു സ്പേസിലേക്ക് വന്നു. ഫിഷ് ഫീഡിൻ്റെ അവിടെ
വന്നിട്ട് ബ്യൂട്ടിഫുൾ പ്ലേസ് കേട്ടാ. ശരിക്കും നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. തൂക്കുപാലം പോലെ. ശരിക്കും ഒരു വെൽനസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്താണ്. അടിപൊളി. ഇവിടെ വന്ന് സ്വെറ്റ് ചെയ്യാതെ പോകാൻ പറ്റില്ല, പക്ഷെ അടിപൊളി സ്പേസാണ്. ഒരു മിനി ഫുട്ബോൾ ടർഫൊക്കെ ഉണ്ട്. ബെന്നെ മേരി വർഗീസ് മെസ്സി ഫാനാണ്, അത് റൊണാൾഡോ ഫാനാണ്. അങ്ങനെ ചോദിച്ചാൽ രണ്ടുപേരെ ഇഷ്ടമാണ്. അത് ഞാൻ 2 വെള്ളത്തിനും കാര്യം. പക്ഷെ ജോഹാൻ റൊണാൾഡോ ഫാനാണ് ഭയങ്കരമായിട്ട്. CR7 അതെ, അത് റൊണാൾഡോയാണ്. എനിക്ക് ഗോളടിക്കാൻ ഏറ്റവും ഫുട്ബോളൊക്കെ അറിയാണ്. ഓ ആളില്ലാത്ത പോസ്റ്റിൽ പോലും അടിക്കാൻ പറ്റില്ലല്ലോ. ആ ബൂട്ടില്ല, ബൂട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ. അതെ അതെ, നിങ്ങളിത് കാണുക പ്രേക്ഷകരെ, നിങ്ങളിത് കാണുക. യെസ് അടി. ഓ ഗോൾ. ഇതിന്റെ മുന്നേ ഉള്ളതൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്ത് അത് റെക്കോർഡ് ചെയ്തു. ആളില്ലാത്ത പോസ്റ്റ് അടിക്കാൻ നോക്കിയ അല്ലേ? അപ്പോൾ ഞങ്ങളുടെ ക്രിക്കറ്റ് കളി, ഫുട്ബോൾ കളി, വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ് ഒരു അടിപൊളി സ്റ്റാർട്ടായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാനിന്ന് ട്രിവാൻഡ്രം പോകാൻ തന്നെ ഇവിടെ ഒരു പ്രോഗ്രാമായിട്ട് എറണാകുളത്ത് നിൽക്കുക. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ. ഇതുപോലുള്ള വീഡിയോസ് ഞങ്ങൾ ഇടാൻ ശ്രമിക്കാം. കാരണം കുറേ പേര്, ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് ചോദിച്ചു നിങ്ങളുടെ എന്താ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വീഡിയോസ് ഇടാത്ത. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിങ്ങനെ ഇപ്പം ഫ്രീക്വൻ്റ് ആയിട്ട് ഞങ്ങൾ വീഡിയോസ് ഇടുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് ഓഫ് ജോൺ ആൻഡ് തന്നെയാണ് ഞങ്ങളുടെ എന്താ പറയുന്നത്
ഡേ ആക്ടിവിറ്റീസ്, കൊച്ചു വെച്ച സന്തോഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നല്ല ടയർഡായി. ഇനിയിപ്പം ഇവിടെ നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഫുഡ് നല്ലതാണ്. ഇന്നലെ ഞാൻ ഭക്ഷണം കഴിച്ചു, ഊണൊക്കെ വളരെ നല്ല ഡെലീഷ്യസ് ആൻഡ് നീറ്റ് ക്ലീൻ ഫുഡാണ് ഇവിടുത്തെ ഷെഫിനെയൊക്കെ ഞാൻ പരിചയപ്പെട്ടു. വളരെ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ്, ഒരു കിച്ചണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതൊരു പെയ്ഡ് കൊളാബോ ഒരു വീഡിയോ ഒന്നും അല്ല, ജസ്റ്റ് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വരിക, എൻജോയ് ചെയ്യുക. ജസ്റ്റ് ഞങ്ങളിവിടെ താമസിച്ചപ്പോൾ തോന്നിയൊരു ഐഡിയ ആണ് ഇങ്ങനൊരു വീഡിയോ ചെയ്താലോ. അപ്പോൾ ഇനി അടുത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. കാരണം ഇനി ഞാൻ തിരിച്ച് ട്രെയിനിലാണ് പോകുന്നത്, എനിക്ക് ട്രെയിനിന് സമയമാവാറായി. അപ്പോൾ സി യു ടിൽ ദെൻ, ഗുഡ് ബൈ.